ഹലോ പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. സന്തോഷം, വെറും സന്തോഷം. അതിൻ്റെ കൂടെ തന്നെ റിവെഞ്ച് കംപ്ലീറ്റഡ്. എനിക്ക് ഈ ബ്രെൻഫോർഡിനെ തോൽപ്പിക്കണം എന്നുള്ളത് പേഴ്സണലി നല്ലൊരു ആഗ്രഹമുള്ള സംഭവമായിരുന്നു. അതിൻ്റെ റീസൺസൊക്കെ ഞാൻ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ കളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ 3 പോയിൻറ്റ്സ് മാറ്റേഴ്സ്. അതിൻ്റെ കൂടെ തന്നെ ചാമ്പ്യൻസ് ലീഗിലോട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെച്ച് വാതിലടച്ചു. ഇനി കുറ്റിയിട്ടാൽ മാത്രം മതി. അത് എഗെയിൻസ്റ്റ് ലിവർപൂൾ ആയിരിക്കും നമ്മൾ കുറ്റിയിടുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി ഞാൻ 3 പേര് പറയാം: കോബി മെയ്നു, സെനെ ലാമൻസ്, കസമീറോ. ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ് ഈ കളിയിൽ. ആരാണ് നിങ്ങളുടെ ഹീറോ ഓഫ് ദ മാച്ച്? ഈ ഒരു മാച്ചിൽ ആരാണ് നിങ്ങളുടെ ഹീറോ ഓഫ് ദ മാച്ച്? തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്, നോട്ടിഫിക്കേഷൻ മിസ്സാക്കരുത്. കൂട്ടത്തിൽ നിങ്ങളുടെ ബാക്കിയുള്ള യുണൈറ്റഡ് ഫാൻസിനും വീഡിയോ ഷെയർ ചെയ്യുക, അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. മക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. ഈ കളി ഫസ്റ്റ് ഒരു 10-15 മിനിറ്റ് കണ്ടിട്ട് ഉറങ്ങിപ്പോയ ആൾക്കാരല്ലേ, അല്ലെങ്കിൽ വൈഫൈ കിട്ടാതെ നെറ്റ് പാക്ക് കിട്ടാതെ കളി കാണാൻ പറ്റാത്ത ആൾക്കാരല്ലേ, നിങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. 15 മിനിറ്റിന് ശേഷം നമ്മൾ കണ്ടത് എൻ്റെ പൊന്നു മക്കളെ ടോർച്ചറായിരുന്നു. ഉള്ള കാര്യം പറയാലോ. നമ്മൾ കഷ്ടിച്ച് ജയിച്ചാണ്, പക്ഷെ എന്നാലും ഒരു ആക്ഷൻ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു രണ്ട് സൈഡിൽ നിന്നും. ഉള്ള കാര്യം പറയാം. അത് സ്റ്റാറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ സ്റ്റാറ്റ്സ് നോക്കാതെ കളി കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഒരു ടോർച്ചർ തന്നെയായിരുന്നു. അപ്പോൾ അത് മാറ്റി വയ്ക്കാം, അത് അവിടെ ഇരിക്കട്ടെ. എന്നാലും നമുക്ക് 3 പോയിൻറ്റ്സ് കിട്ടി, നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. ഇനി ഫസ്റ്റ് 5 മിനിറ്റിനുള്ളിൽ കോബി മെയ്നുവിൻ്റെ കുറച്ച് എന്താ പറയുക, കോരിത്തരിപ്പിക്കുന്ന പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഈ അസിസ്റ്റ് ഓഫ് ദ സീസൺ സത്യം പറഞ്ഞാൽ കോബി മെയ്നെ നഷ്ടപ്പെടുത്തിയാൽ എനിക്ക് അമാദിനോട് ഭയങ്കര ദേഷ്യമുണ്ട്. ആ ഫസ്റ്റത്തെ എന്തൊരു ക്ലിയർ കട്ട് ചാൻസ് അമാദ് നഷ്ടപ്പെടുത്തിയത്. പക്ഷെ അതിനുശേഷം എനിക്ക് അമാദിനോട് അഭിമാനം തോന്നിയൊരു നിമിഷം എന്താണെന്നറിയോ? സെസ്കോൻ്റെ ഗോൾ വരാൻ കാരണം അമാദ് ഡിയാലോ ആണ്. അത് നിങ്ങൾക്ക് കളി കണ്ടവർക്ക് മനസ്സിലാവും. അമാദ് ഡിയാലോ ഇൻ്റർസെപ്റ്റ് ചെയ്ത ബോളിൽ നിന്നാണ് സെസ്കോൻ്റെ ഗോൾ വരുന്നത്. നമ്മൾ കൗണ്ടർ അടിച്ചുകൊണ്ട്. തീർച്ചയായിട്ടും സ്വാഭാവികമാണല്ലോ. ബ്രൂണോയ്ക്ക് പന്ത് കൊടുക്കുന്നു, മോനെ നിൻ്റെ മാജിക് നീ കാണിക്കൂ. അവൻ്റെ മാജിക് അവൻ കാണിക്കുന്നു. 19 അസിസ്റ്റായി. 19 അസിസ്റ്റ്. 2 അസിസ്റ്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ചില ആൾക്കാരുടെയൊക്കെ എന്താ പറയുക, മുഖഭാവങ്ങൾ മാറും, ചില ആൾക്കാരുടെയൊക്കെ സ്വഭാവങ്ങൾ മാറും. ഇവിടെ ഞാൻ പറയുന്നത് റൈവൽ ഫാൻസിൻ്റെയൊക്കെയാണ് കേട്ടോ. ഹെൻറിക്ക് ഇത്ര അസിസ്റ്റ് ഉണ്ട്, ഡിബ്രോയിനിക്ക് ഇത്ര അസിസ്റ്റ് ഉണ്ട്. 2 അസിസ്റ്റും കൂടിയായ മക്കളെ, അതൊക്കെ ഇനി ഹിസ്റ്ററി, അത്രേ ഉള്ളൂ. ബ്രൂണോ ഫെർണാണ്ടസ് ഈസ് ഹിയർ ടു മേക്ക് ഹിസ്റ്ററി. അപ്പോൾ അതങ്ങനെ. പിന്നെ സെസ്കോൻ്റെ കാര്യം. സെസ്കോ അടിച്ച ഗോൾ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻറ്റ് ഗോളാണ്. അതിന് സെസ്കോക്കിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയർ ലീഗിൽ ഡബിൾ ഡിജിറ്റ് ആയിരിക്കുകയാണ് സെസ്കോൻ്റെ ഗോൾസിൻ്റെ എണ്ണം. 10 ഗോളായി സെസ്കോ. എല്ലാവരും ഫ്ലോപ്പിൽ നിന്ന് തള്ളിക്കളഞ്ഞൊരു സ്ട്രൈക്കറായിരുന്നു. 10 ഗോൾ അടിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ. പിന്നെ കോബി മെയ്നെ കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കോബി മെയ്നെ പോലത്തെ ഒരു മിഡ്ഫീൽഡർ നമുക്ക് ഉണ്ടെന്ന് പറയുന്നത് തന്നെ അഭിമാനം കൊള്ളും ഞാൻ. കാരണം അജാതി ആക്ഷൻ പാക്ഡ് പെർഫോമൻസ് ആണ് കോബി മെയ്ന് കാഴ്ചവെച്ചത്. ഡിഫെൻസീവ്ലി, ഒഫെൻസീവ്ലി, ഡ്രിബിളിങ്, പാസിങ്, ഇൻ്റർസെപ്ഷൻസ്, ഏരിയൽ ഡ്യുവൽസ്, ഗ്രൗണ്ട് ഡ്യുവൽസ്, അന്യായ പെർഫോമൻസ്. കോബി മെയ്നു ഈ വർഷം കളിച്ച ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പറയുമ്പോൾ ഗൂസ് ബംസ് വരുന്നു. അജാതി പെർഫോമൻസ് ആയിരുന്നു. ഉള്ള കാര്യം, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ. 1-2 പ്രാവശ്യം പന്തൊക്കെ മിസ് ചെയ്തു. പക്ഷേ ഞാൻ എഗെയിൻ പറയുന്ന സംഭവമാണ്, കോബി മെയ്നു നല്ലൊരു പാർട്ണറെ കൊടുത്തു കഴിഞ്ഞാൽ കോബി മെയ്നു വിൽ ബി എ വേൾഡ് ക്ലാസ് പ്ലെയർ. കാരണം ടാലൻ്റ് ഉണ്ട്. ആ കോബി മെയ്നിൻ്റെ കൂടെ കളിക്കേണ്ട പ്ലെയർ ആരാണ്? അത് കസമീറോ അല്ല, തീർച്ചയായിട്ടും കസമീറോ അല്ല. പക്ഷേ കസമീറോയ്ക്ക് പകരം ആര് വരണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം. താഴെ കോമൻറ്റ് ചെയ്യാം. പിന്നത്തെ പേര് സെനെ ലാമൻസ്. നമ്മൾ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് അധികം പറയാൻ മറന്നുപോയി. നമ്മൾ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് കസമീറോ ആണ്. അങ്കിൾ കസമീറോ സ്റ്റിൽ ഗോട്ട് ഇറ്റ്. നമ്മുടെ അങ്കിൾ ഇപ്പോഴും ജീവനുണ്ട്. അതിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് പീസാണ് നമ്മൾ കാഴ്ചവെച്ചത്. ബ്രൂണോ പന്ത് കൊടുക്കുന്നു, മെഗ്വർ ഹെഡ് ചെയ്തിട്ട് കസമീറോയ്ക്ക് ബാക്ക് പോസ്റ്റിൽ അസിസ്റ്റ് കൊടുത്തുകൊണ്ടാണ് കസമീറോ ഗോൾ അടിക്കുന്നത്. ഒരു ബ്രില്യൻ സെറ്റ് പീസ് ഗോൾ. പ്രീമിയർ ലീഗിൽ തന്നെ ആർസണലിനെ വെല്ലാൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെറ്റ് പീസിലുണ്ടെന്നുള്ളത് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു, ഗോള് മറിച്ചിട്ടുകൊണ്ടോ കണ്ണ് മൂടി കെട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക കാല് മറ്റേ വട്ടംകാലിട്ട് വീട്ടിക്കൊണ്ടോന്നല്ല, അല്ലാതെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് പീസ് നമ്മൾ അടിക്കുന്നുണ്ട്. സോ അതിൽ ആരും ആശ്രയപ്പെട്ടിട്ട് കാര്യമില്ല. ആൻഡ് അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ഗോൾ വരുന്നത്. സെക്കൻഡ് ഗോൾ വരുന്നത് ഞാൻ എങ്ങനെ പറഞ്ഞു, സെസ്കോൻ്റെ ഗോളായിരുന്നു, ബ്രൂണോൻ്റെ അസിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ഗോളിൻ്റെ ഇടയ്ക്ക്, ഈ ഫസ്റ്റും സെക്കൻഡും ഗോളിൻ്റെ ഇടയ്ക്ക് ബ്രെൻഫോർഡ് കുറച്ച് പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ഞാൻ പറയാതെ പോകണം ശരിയല്ല. സെനെ ലാമൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഈ കളി മൂഞ്ചി ഫസ്റ്റ് ഹാഫിൽ. കാരണം സെനെ ലാമൻസ് ഇല്ലെങ്കിൽ നമ്മൾ, ഫോർ എക്സാമ്പിൾ സെനെ ലാമൻസ് അല്ല ഒനാനോ അല്ലെങ്കിൽ ഭയങ്കരോ ആണെങ്കിൽ നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യുക എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. എനിക്ക് ഉറപ്പാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിലെ കളി 3-1 ബാക്ക് പോയിട്ടുണ്ടാവും. അമ്മാരി സേവ്സ് കുറച്ച് സെനെ ലാമൻസ് വരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പർ അല്ലേ സെനെ ലാമൻസ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അത് ഡേവിഡ് റയർ ഉണ്ട്, ഡൊണർബെക്ക് ഉണ്ട്. പക്ഷേ 17 മില്യൺ കൊടുക്കുന്ന ഈ പയ്യനല്ലേ
വൺ ഓഫ് ദ ബെസ്റ്റ് ടാലൻറ്റഡ് ഗോൾ കീപ്പർ എന്നുള്ളത് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അജാതി പെർഫോമൻസാണ് ചങ്ങായി കാഴ്ചവെക്കുന്നത്. അവൻ കൊടുക്കുന്ന കോൺഫിഡൻസ് ചെറുതല്ല. അതൊരു കാര്യം മനസ്സിലാക്കണം, മെഗ്വറൊക്കെയാണ്, ഈ ഏജ്ഡായ മെഗ്വറാണ് ഡിഫൻസിൽ കളിക്കുന്നത്. അത്രയും ട്രാക്ക് ബാക്ക് ചെയ്യാനുള്ള കഴിവ് പോലും ഇല്ല മെഗ്വറിന്. എന്നിട്ടും മെഗ്വർ മുന്നിലേക്ക് കയറി പോകുന്നുണ്ടെങ്കിൽ അതിന് ബാക്കിൽ ഞാൻ ഉണ്ടടാ എന്ന് പറയാൻ സെൻ ഇലവൻസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ എടുത്ത് പറയേണ്ട പേര് തീർച്ചയായിട്ടും ലൂക്ഷോനെ എടുത്ത് പറയണം. കാരണം ലൂക്ഷോ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ടാക്കിൾസ് ഒക്കെ വരുത്തി, ഗ്രൗണ്ട് ഇൻ്റർസെപ്ഷൻസ് നടത്തി, നല്ലതായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ ഡാലോ ദുരന്തമായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. ദുരന്തർ 3 കഴിഞ്ഞ് ദുരന്തർ 4 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കഴിച്ച് ഒഴിവായി കഴിഞ്ഞാൽ നമ്മുടെ ടീം രക്ഷപ്പെടുള്ളൂ. ഇനി ടീമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ അത്യാവശ്യം ഒരു 15 കളിച്ചു. അതിനുശേഷം നമ്മുടെ അത്ലറ്റിസിസം ഫിസിക്കാലിറ്റി കംപ്ലീറ്റ് ഡ്രോപ്പായി. ബ്രെൻഫോർഡ് ഗെയിം കൺട്രോൾ ചെയ്തു. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ അമാദിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് മസ്റാവിനെ കൊണ്ടുവന്നു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ എംബൂമോ ആയിരുന്നു ബെഞ്ചിൽ പോകേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ എംബൂമോ ആയിരുന്നു ബെഞ്ചിൽ പോകേണ്ടത്. കാരണം അമാദിനെക്കാട്ടും പോരാട്ടായിരുന്നു എംബൂമോ കളിച്ചത്. അമാദിനൊരു സംഭവമുണ്ട്. അമാദിനെ നമ്മളൊക്കെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കളി കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. അമാദ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റൻസിറ്റി 50-60% ഡ്രോപ്പായി പിച്ചിൽ. നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഒന്നും ചെയ്തില്ല. വെറും ഡിഫെൻഡ് ചെയ്യുക, ബോക്സ് ഡിഫെൻഡ് ചെയ്യുക, ഹൂഫ് ബോൾ ഒറ്റ അടി മോളിക്ക്, എന്നിട്ട് പറയുക ഇൻഷാ അല്ലാഹ് ബ്രൂണോ പിടിച്ചുള്ള എന്തെങ്കിലും ചെയ്തോളൂ. ഇതായിരുന്നു അവസ്ഥ സെക്കൻഡ് ഹാഫിൽ. വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് കളി ബേസിക്കലി ഉണ്ടായത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയാം. കാരിക്കിനെ കുറ്റം പറയുന്നുണ്ടാവാം, കാരിക്കിനെ ചീത്ത കളിക്കുന്നുണ്ടാവാം, കാരിക്കിന് കൂടെ നിൽക്കുന്നവരുണ്ടാവാം. ഇങ്ങനത്തെ പെർഫോമൻസ് വെച്ചിട്ട് കാരിക്കിനെ കൊണ്ട് നെക്സ്റ്റ് സീസണിൽ കൂട്ടില്ല. ഈ പെർഫോമൻസ് വെച്ചിട്ട് ഇതൊന്നൊരു മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു മാറ്റം എന്തായാലും വന്നേ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കുന്നതിനെക്കാട്ട് മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ പോയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് 10 മിനിറ്റ് കാണാം, അതിനുശേഷം നോക്കാം നമ്മൾ ഫുൾ കളി കാണണോ വേണ്ടെന്നുള്ളത്. ഇവന്മാരിത് കണ്ടു തോന്നുന്നുണ്ട്. കാരണം ഫസ്റ്റ് 10 മിനിറ്റ് കിടിലം കളി. നമ്മൾ ശരി അടിപൊളി, ഇന്ന് നമ്മൾ കളിക്കുന്നത് വെച്ചാൽ നമ്മൾ ടി വിയുടെ മുമ്പിൽ ഇരുന്നപ്പോൾ ദാണ്ട്ര കിടക്കുന്ന അടുത്ത 80 മിനിറ്റ് കൂതറ കളി. ഇത് നടക്കില്ല. ഇത് നടക്കാതെ പോയ മാത്രമാണ് നമുക്കൊരു കിടൻ ഫുട്ബോൾ ക്ലബ്ബായി മാറാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ക്ലബ്ബിൽ ഒരു 5, 6, 7 പുതിയ പുത്തൻ അത്ലറ്റിക് ആയിട്ടുള്ള പ്ലേയേഴ്സ് വന്നേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഫിസിക്കാലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ മിഡ് ടേബിളിലേക്കാണ് കഷ്ടമാണ് നമ്മുടെ ഫിസിക്കാലിറ്റി. നമ്മളിൽ കുറച്ച് ഇൻഡിവിജ്വൽ ക്വാളിറ്റി കാണിക്കാനുള്ള പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ജയിച്ചിട്ട് പോകുന്നത്. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. എസ്പെഷ്യലി കാരിക്കിന് സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തുന്നതിലും അതേപോലെ തന്നെ ടാക്ടിക്സ് ചേഞ്ച് ആക്കുന്നതിലും ഇനിയും കുറേ പഠിക്കാനുണ്ട്. ഇതൊക്കെ ഒരു പാഠമാണ്, ഇല്ല എന്ന് പറഞ്ഞില്ല. പക്ഷേ കാരിക്ക് പഠിക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. അതാണ് എൻ്റെ ഒരു വലിയൊരു പ്രശ്നം. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഷോ ഇഞ്ചേർഡ് ആയിട്ട് പോയിട്ടുണ്ട്, കുനി ഇഞ്ചേർഡാണ്. അപ്പോൾ ഇതൊക്കെ വലിയ വറികളാണ് നമുക്ക്. എന്നിരുന്നാലും ഞാൻ പറയുന്നു, സീസൺ കഴിയാറായി. ഇത് സീസൺ തുടക്കമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സീസണിൻ്റെ ഒരു പകുതി ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിനെക്കാട്ടും കൂടുതൽ വേർത്താനുള്ള കാര്യം പറയാം. കാരിക്കിനെ കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം, പക്ഷേ ഞാനും കുറ്റം പറയുന്ന ആളാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ടീമില്ല, സ്ക്വാഡില്ല നമുക്ക്. ആ സ്ക്വാഡ് ബിൽഡായി വന്നേ പറ്റുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും 2 മണിക്കൂർ ടോർച്ചർ ഉണ്ടായിരുന്നു. അതിൽ 80 മിനിറ്റ് ടോർച്ചർ തന്നെയായിരുന്നു. കളി ഫുള്ള് ഇരുന്ന് കണ്ടു. അതിനുശേഷമാണ് ഈ മാച്ച് റേസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെൻഫോർഡ് ഒന്നടിച്ചു. ആ ഒരു ഗോൾ കിടിലൻ ഗോളാണ്. അതിൽ സെൻ ഇലവൻസിന് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അജാതി ഒരു ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുള്ള ഫിനിഷായിരുന്നു ചങ്ങായി നടത്തിയത്. അത് ഏത് ഗോൾ കീപ്പറായാലും ഒന്ന് പേർക്ക് തടയാനായിട്ട്. പിന്നെ ഞാൻ ആ ഗോൾ അടിച്ചപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ബ്രെൻഫോർഡ് ഡിസേർവ്ഡ് ഗോൾ. കാരണം അവർ അത്രയും നന്നായി കളിച്ചിട്ടുണ്ട്. ആ തിയാഗോയ്ക്ക് ബുദ്ധിയില്ലാത്തതോ അതോ തിയാഗോയുടെ കാലിൽ ബോൾ കൊള്ളാത്തതോ എന്തൊക്കെ അറിയില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ മിനിമം അവനൊരു ഹാട്രിക് അടിക്കേണ്ട ഗെയിം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതാണ് മാച്ച്. നമ്മൾ ജയിച്ചു, 3 പോയിൻറ്റ്സ് കിട്ടി, സന്തോഷം. എൻ്റെ റിവെഞ്ച് കംപ്ലീറ്റ്. ബ്രെൻഫോർഡിനെ തൂക്കി. അടുത്ത സീസണിൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗും തൂക്കണം. അതാണ് ആഗ്രഹം. അങ്ങനെ നടക്കട്ടെ. അതിന് നമുക്ക് സ്ക്വാഡ് ബിൽഡ് ആവണം. അപ്പോൾ ആരാണ് നിങ്ങളുടെ മാൻ ഓഫ് ദ മാച്ച്? തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഈ മാച്ച്, എങ്ങനെയാണ് നിങ്ങളുടെ ഫീലിങ്സ് എന്ന് നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യുക. അതിന് കൂട്ടത്തിൽ ആരായിരിക്കണം കോബി മെനുവിൻ്റെ പാർട്ട്ണർ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ കാണാം. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. സി യു ആൻഡ് ഗുഡ് നൈറ്റ്. ഒന്ന് ഉറങ്ങട്ടെ.